അപ്പോൾ ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഡേ 2 ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ തീർന്നു. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. നമ്മളിപ്പോഴും ഷെയർ റൂമിൽ തന്നെയാണ്. നമുക്ക് ചിലപ്പം ഇന്ന് റൂം കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്നത് ഈ വഴിയാണ്. നേരെ ചെല്ലുമ്പം നമുക്ക് അങ്ങറ്റത്തൊരു മെസ്സുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കൂളർ ഇരിക്കണം. അവിടെ നിന്നാണ് നമ്മളെന്നും വെള്ളം എടുക്കണേ. അപ്പോൾ ആരും എണീറ്റിട്ടില്ല, രാവിലെ ആയതേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. ഫസ്റ്റ് ടൈം ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും, എവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇതാണിപ്പം നമ്മുടെ രാവിലത്തെ ഫുഡ്. ഇത്രയും മരുന്നാണ് നമ്മൾ പിന്നെ രാവിലെ കഴിക്കണത്. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനൊരു പത്രം വാങ്ങാൻ പോയി. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ടുള്ള വഴി. ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് എങ്ങനെ കയറാം, എവിടെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഉച്ചയായി, നമ്മൾ ഡ്രസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ആരുടെയും ഫേസൊന്നും ഈ വീഡിയോയിലൊന്നും കാണിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ ജസ്റ്റ് എല്ലാവരും ഒരു പ്രൈവസി നോക്കണമല്ലോ. അങ്ങനെ ആരുടെയും ഫേസും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആൾക്കാരൊക്കെ ഇല്ലാത്തൊരു സമയത്താണ് ഈ വീഡിയോകളൊക്കെ എടുക്കണേ. പറയാൻ വിട്ടുപോയി, നമുക്ക് റൂം കിട്ടിയായിരുന്നു, സിംഗിൾ റൂം. അപ്പം ഇതാണ് നമ്മുടെ റൂം. ഞാൻ ഈ പോകുന്നതാണ് നമ്മളുടെ റൂം. ഈ കാണുന്ന 6 നമ്പർ റൂമാണ് നമ്മുടെ. ജസ്റ്റ് റൂമിൻ്റെ ഉൾവശം ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ഉൾവശം വരുന്നത്. ചെറിയ റൂമാണ്. ഇതാണ് നമ്മുടെ രാത്രിയിലെ ഫുഡ്. ഇന്ന് ചപ്പാത്തി പരിപ്പ് കറി ആണെന്ന് തോന്നുന്നു. അതെ, ചപ്പാത്തി പരിപ്പ് കറി. പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട് നമ്മുടെ കാലിൽ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ കിടന്ന സമയത്ത് ഒരു വിരൽ ആംപ്യൂട്ട് ചെയ്തായിരുന്നു. അപ്പം നെക്സ്റ്റ് ഒരു വിരലിൽ കൂടെ നമുക്കിപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യം ഒരു റിസ്ക്കിലാണ്. അപ്പം നോക്കാം, നമുക്ക് എന്താവും, എങ്ങനെയാവും എന്നൊക്കെ നോക്കാം. കുറച്ച് ഡേയ്സ് ഇവിടെ എന്താണെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകിട്ടത്തെ IV. നമ്മളെന്നും ഇതോടുകൂടിയാണ് നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കാറ്. ഈ ബോട്ടിൽ IV തീരുന്ന പോലത്തെ സ്പീഡിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.